ഇന്നത്തെ ഈ ഞായറാഴ്ച ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വാർത്തകളിൽ വീണ്ടും വരികയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ നിറഞ്ഞു നിന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, കേരളം അധികം വൈകാതെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി തീരും എന്നുള്ള വർഗീയ ചുവയുള്ള വിവാദ പരാമർശം നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകളും അനുബന്ധ വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുകയുണ്ടായി. ഇന്നിപ്പോൾ ഇതാ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നു CPIM നേതാവ് കൂടിയായ മന്ത്രി VN വാസവൻ. വിശ്രമജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം രചിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പുകഴ്ത്തിയിരിക്കുന്നു. SNDP യോഗത്തെ ഒരു ശക്തിയായി വളർത്തിയത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് വീണ്ടും പുകഴ്ത്തുന്നു. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് എന്നുകൂടി VN വാസവൻ പറഞ്ഞിരിക്കുന്നു. SNDP യോഗത്തിൻ്റെ പരമപ്രധാന പദവിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തിയതിൻ്റെ വാർഷിക പരിപാടിയിലാണ് VN വാസവൻ CPI നേതാവ് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത്. VN വാസവൻ മാത്രമല്ല, വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും കൂടി ഒരേപോലെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയുണ്ടായി എന്നുള്ളത് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യവുമാണ്. ആദ്യം VN വാസവൻ പറഞ്ഞത് കേൾക്കാം. 56 വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് 30 വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്രമജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത്. കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ളൊരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും. ആർക്കും ആ കാര്യത്തിൽ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് മാത്രം. അതേപോലെ തന്നെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിൽ അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ്.